ഏക്കെയാണ് രാജ് ഇപ്പം കഴിഞ്ഞ കുറേ കാലമായിട്ട് ഈ ഇന്റർനെറ്റ് ഇത്രത്തോളം അക്സസിബിൾ ആയതിനു ശേഷം BJP ഹാൻഡിലുകൾക്ക് സമൂഹ മാധ്യമ ഇടങ്ങളിൽ ഉണ്ടാകുന്ന ഒരു അപ്രമാദിത്വം ദേശീയ തലത്തിലാണ് ഞാൻ പറയുന്നത്. അപ്രമാദിത്വമുണ്ട്. അത് വലിയ തോതിൽ ചോദ്യം ചെയ്യപ്പെട്ടിരിക്കുന്നു ജൻസിക്ക് മുന്നിൽ എന്നത് പ്രധാനമാണ്. അതുകൊണ്ട് തന്നെയാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പ്രധാനമന്ത്രി മന്ത്രിമാരോടടക്കം സമൂഹ മാധ്യമങ്ങളിൽ സജീവമാകാൻ ആവശ്യപ്പെടുന്നു. അദ്ദേഹം തന്നെ ഇതിന് ഈ മറുപടി പറയാൻ സമൂഹ മാധ്യമങ്ങളെ തിരഞ്ഞെടുക്കുന്നു. പാർലമെന്റ് അപ്പുറത്ത് നിൽക്കുന്നുണ്ട്, പ്രതിപക്ഷം അപ്പുറത്ത് നിൽക്കുന്നുണ്ട്, മാധ്യമങ്ങൾ അപ്പുറത്ത് നിൽക്കുന്നുണ്ട്. നരേന്ദ്രമോദി എന്ത് പറഞ്ഞിട്ടുണ്ടെങ്കിലും ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചു എന്ന് സൂക്ഷിച്ചു നോക്കിയാൽ മാത്രം കാണുന്ന അക്ഷരങ്ങളിലാണ് ദേശീയ മാധ്യമങ്ങൾ ബ്രേക്ക് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ പ്രധാനമന്ത്രി എന്ത് പറഞ്ഞിട്ടുണ്ടെങ്കിലും മണിക്കൂറുകൾ ചർച്ച ചെയ്യാൻ പോകുന്ന, ഈ രാജ്യം അറിയാൻ താല്പര്യപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ഇതാണ് എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കാൻ തയ്യാറാകുന്ന ദേശീയ മാധ്യമങ്ങളുടെ വലിയ കൂട്ടായ്മ അപ്പുറത്തുണ്ട്. പക്ഷേ അതിനൊക്കെ അപ്പുറത്തേക്ക് ആശയങ്ങളെ കൃത്യമായി നേരത്തെ ശ്രീ സന്തോഷ് കുമാർ പറഞ്ഞതുപോലെ 30 സെക്കൻഡോ 40 സെക്കൻഡോ 1 മിനിറ്റിൽ കുറവോ ഉള്ള വീഡിയോകളിലൂടെ പ്രചരിപ്പിക്കാൻ കഴിഞ്ഞിരിക്കുന്നു. സമൂഹ മാധ്യമ രംഗത്തുള്ള BJPയുടെ അപ്രമാദിത്വം കൂടി ചോദ്യം ചെയ്യപ്പെടുകയാണോ? ഒന്നുമില്ല മാധു. അതായത് ഈ ഡിജിറ്റൽ മീഡിയയെ ഏറ്റവും ഫലപ്രദമായിട്ട് അതിൻ്റെ തുടക്കകാലത്ത് ഉപയോഗിച്ചു വന്നിട്ടുള്ള നേതാവാണ് നരേന്ദ്രമോദി. അപ്പോൾ അന്ന് മറ്റു പല നേതാക്കന്മാർക്കും അതുപോലെ തന്നെ നമ്മുടെ സെലിബ്രിറ്റീസിനൊന്നും വേണ്ടായിരുന്നു ഡിജിറ്റൽ മാധ്യമങ്ങൾ. ആ സമയത്ത് ഉപയോഗിച്ച് തുടങ്ങുകയും ഏറ്റവും കൂടുതൽ ഫോളോവേഴ്സ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോംസിലുള്ള നേതാവാണ് നരേന്ദ്രമോദി. അപ്പോൾ അദ്ദേഹം ഈ സമയത്ത് എന്തുകൊണ്ട് തിരഞ്ഞെടുത്തു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം സ്വാഭാവികമായിട്ടും ജൻസിയാണ് അപ്പുറത്തുള്ളത് കൂടുതൽ. അപ്പോൾ അതുകൊണ്ട് അവരോട് പ്രതികരിക്കാൻ ഏറ്റവും നല്ല മാധ്യമം ഇതാണ്. അപ്പോൾ അതുകൊണ്ട് ആ രീതിയിൽ അതിൽ ഉപയോഗിച്ചു എന്നുള്ളതാണ്. പിന്നെ അതുപോലെ ദേശീയ മാധ്യമങ്ങൾ ധർമ്മേന്ദ്ര പ്രധാൻ രാജി വാർത്ത കൊടുത്തില്ല എന്ന് പറയുന്നത് എനിക്ക് എൻ്റെ കാഴ്ചയിൽ ശരിയായിട്ട് തോന്നുന്നില്ല. ഞാൻ ഇന്നലെ മിനിയാന്നൊക്കെ ഡൽഹിയിലുണ്ടായിരുന്നു. അപ്പോൾ നല്ല രീതിയിൽ ദേശീയ മാധ്യമങ്ങൾ ഈ വാർത്ത കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ കൊടുത്തിട്ടുണ്ട്, മറ്റ് സമരവും കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിനെക്കുറിച്ച് ഡിബേറ്റബിൾ, നമുക്കിപ്പോൾ CJPക്ക് അവരുടെ വാർത്ത കൊടുത്തിട്ടില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ മാധ്യമങ്ങളെ വിമർശിക്കാനുള്ള സ്വാതന്ത്ര്യം പ്രേക്ഷകനോ അല്ലെങ്കിൽ വായനക്കാരനോ ഉണ്ട്. അങ്ങനെ വിമർശിക്കട്ടെ എന്നുള്ളതല്ലാതെ ആ രീതിയിലൊരു സാധനം ഞാൻ കണ്ടിട്ടില്ല. ഇനി മാത്രമല്ല, ഇപ്പം സാമൂഹ്യ മാധ്യമങ്ങളെ ഇപ്പം പുതിയ സാഹചര്യത്തിൽ BJP കൂടുതലായിട്ട് ഉപയോഗിക്കുന്നു എന്ന് പറയുന്നതിനകത്തും കാര്യമില്ല. നേരത്തെ തൊട്ടേ ഉണ്ട്, സജീവമാണ് BJP ഹാൻഡിലുകളൊക്കെ. ആ ഹാൻഡിലുകളിലൊക്കെ ഇതിന് വിരുദ്ധമായിട്ടുള്ള രീതിയിലുള്ള ചിത്രങ്ങൾ അല്ലെങ്കിൽ ദൃശ്യങ്ങളും വരുന്നുണ്ട്, വിവരണങ്ങൾ വരുന്നുണ്ട്. ഈ സമരത്തിന് മറുവശമുണ്ട്. അപ്പോൾ അത് ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്, ഇപ്പോഴും ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. പക്ഷേ അതേസമയം ഈ പ്രശ്നത്തിൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നമ്മുടെ ഇവിടെ പലരും സൂചിപ്പിച്ചതുപോലെ യുവാക്കളുടെ ഒരു പ്രശ്നവുമായിട്ട് അവർ മുന്നോട്ട് വന്നതാണ്. അതിനെ തീർത്തും ജനാധിപത്യപരമായ രീതിയിൽ കേന്ദ്ര സർക്കാർ അതിനെ കൈകാര്യം ചെയ്തു. നരേന്ദ്രമോദിയെ സംബന്ധിച്ചിടത്തോളം ധർമ്മേന്ദ്ര പ്രധാൻ എന്നൊരു മന്ത്രിയെ ഒഴിവാക്കുക എന്നുള്ളത് അദ്ദേഹത്തിന് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം അദ്ദേഹത്തിന്റെ എന്താ പറയുക, ഒരു കൈ വെട്ടി മാറ്റുന്ന പോലെ എന്ന് പറയാവുന്നില്ല. അത്രയും പേടിയും ഒന്നുമില്ല. അങ്ങനെയായിരുന്നെങ്കിൽ എന്തിനാണ് ഈ ജന്തർ മന്ദറിന് ചുറ്റുമുള്ള ഇന്റർനെറ്റ് മുഴുവനും വിച്ഛേദിച്ചത്? മണിക്കൂറുകൾ അവർക്ക് ആശയവിനിമയം നടത്താനുള്ള മാർഗം പോലും ഇല്ലാതാക്കിയത് എന്തിനായിരുന്നു? എല്ലായിടത്തും പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആയുധമാണല്ലോ. അതൊക്കെ ഞാൻ പറയാം. അതൊക്കെ പല ഇത്തരത്തെ ഘട്ടത്തിൽ പല നടപടികൾ സ്വീകരിക്കേണ്ടി വരും. ഇപ്പം കശ്മീരിൽ ഇപ്പം അവിടെ ഇന്റർനെറ്റ് കട്ട് ചെയ്യുന്ന സാഹചര്യമില്ലേ, അതൊക്കെ പല സ്ഥലത്തും പല സമയത്തും ഉണ്ടാകുന്നുണ്ട്. നമുക്ക് തന്നെ അറിയല്ലോ, കേരളത്തിന് മുമ്പ് ഒരു വാട്സപ്പ് ഹർത്താൽ ഉണ്ടാക്കിയ കാര്യം അറിയില്ലേ? സാമൂഹ്യ മാധ്യമങ്ങൾ തുറന്നു വിട്ടപ്പോൾ ഉണ്ടായ കാര്യമല്ലേ? ഇപ്പം ഇന്ത്യയിലുള്ള അത്ര സാമൂഹ്യ മാധ്യമങ്ങളുടെ സ്വാതന്ത്ര്യം മറ്റു രാജ്യങ്ങളുണ്ടോ? ചൈനയൊക്കെ പോലെ രാജ്യങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങൾ ഇത്ര സ്വാതന്ത്ര്യമുണ്ടോ? സ്വാതന്ത്ര്യം വേണമെന്നുള്ള പക്ഷത്താണ് ഞാനൊക്കെ നിൽക്കുന്നത്. പക്ഷേ അതൊക്കെ ഭരണ സംവിധാനത്തിന്റെ ഭാഗമാണ്. അതൊക്കെ നമ്മൾ ഈ പറഞ്ഞ പോലെ ചാനൽ സ്റ്റുഡിയോയിൽ അത് ശരിയാണോ അല്ലോ എന്ന് പറഞ്ഞാൽ അതേക്കുറിച്ചൊന്നും അങ്ങനെ തീർപ്പ് കൽപ്പിക്കാൻ ഞാൻ തയ്യാറല്ല. ന്യായമല്ല. ജമ്മു കാശ്മീരിൽ നിങ്ങൾ തന്നെയാണ് ഇത് ചെയ്തത്. ജമ്മു കാശ്മീരിൽ ഉണ്ട് എന്നതിനെ വേറെ ആരെങ്കിലും പിന്തുണയ്ക്കുന്നുണ്ടോ? നിങ്ങളെന്ന് കാണും. ഞങ്ങൾ എന്നുള്ള നിലയ്ക്കല്ലേ അതിനെ കാണുന്നത്. ഞാൻ ഭരണകൂടം എന്നുള്ള നിലയ്ക്കാണ് കാണുന്നത്. അപ്പോൾ അത് ഒരു സംസ്ഥാന സർക്കാർ അവിടെ ഉണ്ട്, അല്ലെങ്കിൽ വേറൊരു കേന്ദ്ര സർക്കാർ, മുൻ കേന്ദ്ര സർക്കാർ ഇത്ര നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടില്ല. അടിയന്തരാവസ്ഥ കാലത്ത് ഇതുപോലെ ഞാൻ ഇപ്പോൾ ചെയ്തിട്ടുണ്ടോ മാധ്യമങ്ങൾക്കുള്ള സെൻസറിങ്? അപ്പോൾ അതൊക്കെ വിവിധ ഭരണകൂടങ്ങൾ ചെയ്യാറുണ്ട്. അതിന് നമുക്ക് ഡിബേറ്റ് ചെയ്യാം. പക്ഷെ അത് വേറൊരു തലത്തിലാണ് ചർച്ച ചെയ്യേണ്ടത്. ഇതുമായിട്ട് ബന്ധപ്പെടുത്തി ചെയ്യാൻ കഴിയില്ല. ഒരു സെൻസിറ്റീവ് സാഹചര്യം നിശിതമായി വിമർശിച്ച പാർട്ടിയല്ലേ, പിന്നെ എങ്ങനെയാണ് നിങ്ങൾക്കത് അന്ന് അവർ ചെയ്തില്ലേ എന്ന് ന്യായീകരിക്കാൻ കഴിയുന്നത്? BJP അടിയന്തരാവസ്ഥ കൊണ്ടുവരികയോ അല്ലെങ്കിൽ സെൻസറിംഗ് ഓഫീസറെ വെച്ചിട്ട് കണ്ടന്റ് പരിശോധിച്ചിട്ട് പുറത്തു വിടാവോ എന്ന് പറഞ്ഞിട്ടുമില്ല. ഈ അവസരത്തിൽ സമൂഹ മാധ്യമങ്ങൾക്ക് പ്രചരിക്കാൻ ഏറ്റവും ആവശ്യമായത് ഇന്റർനെറ്റ് ആണ്. അത് നിരോധിച്ചുകൊണ്ട് പിന്നെ സെൻസറിംഗ് ഇല്ല എന്ന് പറയുന്നത് ഒരു നിമിഷം. ശ്രീ സന്തോഷ് കുമാർ അങ്ങോട്ട് എന്ത് ചോദിക്കാനുണ്ട്? ഞാൻ നോക്ക്, ഇപ്പൊ ഇവിടെ കേരളത്തിൽ ഒരാൾക്കെതിരെ ഇപ്പൊ കേസെടുത്തില്ല, ഒരാൾക്കെതിരെ ഒരു ഇൻഫ്ലുവൻസർക്കെതിരെ. എന്താ അദ്ദേഹം പറഞ്ഞത്? അപ്പൊ അങ്ങനെയൊക്കെയുള്ള സാഹചര്യം ഉണ്ടാവും, വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവില്ലേ അവിടെ? അതിപ്പോ ആർക്കും ഗുണകരമാകുന്നില്ലല്ലോ. ഞാൻ പറഞ്ഞത് സമരക്കാർക്ക് പോലും ദോഷം ചെയ്യും. അപ്പൊ അത് ഭരണ സംവിധാനത്തിന്റെ ഒരു നിയന്ത്രണമാണ്. അപ്പൊ അത് അങ്ങനെ പലതരത്തിലുള്ള നിയന്ത്രണങ്ങൾ. ഇപ്പൊ അങ്ങനെ പറഞ്ഞാൽ പോലീസ് വരാൻ പാടില്ല നിങ്ങൾ പറയേണ്ടി വരുമല്ലോ. അപ്പൊ അത്തരം നിയന്ത്രണങ്ങൾ വേണ്ടി വരുമല്ലോ. അപ്പൊ എവിടെയാ സമരം പോലീസില്ലാതെ കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ സാഹചര്യമുള്ളത്? അപ്പൊ ആ രീതിയിൽ സ്വതന്ത്രമായിട്ട് പോകാൻ പറ്റുന്നില്ല എന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അത് ചൂണ്ടിക്കാണിക്കാതെ ഞാൻ ചെയ്തു. നാഷണൽ മീഡിയ എന്ന് നമ്മൾ
അല്ല, നമ്മുടെ നാഷണൽ മീഡിയ എന്ന് പൊതുവിൽ വിവക്ഷിക്കുന്ന ഹിന്ദി ഇംഗ്ലീഷ് മാധ്യമങ്ങൾ വളരെ നെഗറ്റീവായ ഒരു സമീപനമാണ് ഈ സമരത്തോട് എടുത്തത് എന്നത് അനുരാജ് എങ്ങനെ മനസ്സിലാക്കാതെ പോയെന്ന് എനിക്കറിയില്ല. അദ്ദേഹം ഡൽഹിയിൽ ഉണ്ടായിരുന്നു പറഞ്ഞു, ഓക്കെ. പക്ഷെ അത് ഇപ്പൊ എവിടുന്ന് കണ്ടാലും ഞാൻ കണ്ടിട്ടുണ്ട്. കുറച്ചു കാലം മാധ്യമപ്രവർത്തന പരിചയമുള്ളതാണ്. അല്ല, അങ്ങക്ക് മാധ്യമപ്രവർത്തന പരിചയമില്ല, എനിക്ക് മാധ്യമപ്രവർത്തന പരിചയമുണ്ട്. അപ്പൊ എന്റെ അഭിപ്രായം ഞാൻ പറഞ്ഞു, അങ്ങക്ക് വിയോജിക്കുന്നതിന് വിരോധമൊന്നുമില്ല. പക്ഷെ എന്റെ അഭിപ്രായം ഞാൻ പറഞ്ഞത്, ഇവിടെ മാധു ആണെന്ന് നേരത്തെ പറഞ്ഞത് ദേശീയ മാധ്യമങ്ങൾ ധർമ്മേന്ദ്ര പ്രധാന്റെ വാർത്ത രാജിവെച്ചു എന്നുള്ള വാർത്ത ചെറുതായിട്ട് കൊടുത്തിട്ടുണ്ട്. ചെറുതായിട്ടല്ല ഞാൻ കണ്ടത്, ഞാൻ വലുതായിട്ട് തന്നെ കണ്ടു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അങ്ങനെയല്ല. സീയിങ് ഈസ് ബിലീവിംഗ്, കാണുന്നതല്ലേ വിശ്വസിക്കാൻ പറ്റും. ഞാൻ അതിന് മറുപടി പറയാം. അദ്ദേഹം ഒന്ന് ചോദിക്കട്ടെ. നിങ്ങൾ പറയും. അല്ല, അങ്ങനെയല്ല. അതായത് ഇതിനകത്തൊരു കാര്യം പറഞ്ഞാൽ ഈ മാധ്യമങ്ങളെല്ലാം തന്നെ വാർത്ത കൊടുത്തില്ല എന്നുള്ളതല്ല, ഈ മാധ്യമങ്ങളെല്ലാം തന്നെയും ധർമ്മേന്ദ്ര പ്രധാനെ രാജിവെപ്പിക്കാതിരിക്കാനാണ് പരമാവധി നോക്കിയിരുന്നത്. രാജിവെച്ചതിന് ശേഷമുള്ള അവരുടെ ചർച്ച, ഇപ്പോൾ ഇന്നലത്തെ ഒക്കെ നിങ്ങൾ എന്താണ് പല ചർച്ച, ഞാൻ 1-2 ഞാനും ഉണ്ടായിരുന്നു, നോക്കിയാൽ മനസ്സിലാക്കാൻ സാധിക്കും. അവർക്കെന്തോ വലിയൊരു മനപ്രയാസമാണ്. ഈ ചാനലുകൾക്ക് അവർക്കെന്തോ നഷ്ടപ്പെട്ടതുപോലെയാണ്. വാർത്ത കൊടുത്തില്ല എന്നല്ല കേട്ടോ പറയുമ്പോൾ, നമ്മളെപ്പോഴും ഒരു വസ്തുതയാണല്ലോ പറയേണ്ടത്. നിങ്ങളിപ്പോൾ യൂട്യൂബിലൊക്കെ ഈ ചാനലൊക്കെ കാണാം, ഹിന്ദി ഇംഗ്ലീഷ് മാധ്യമങ്ങളുടെ സോക്കോൾഡ് നാഷണൽ മീഡിയ എന്ന് പറയുമ്പോൾ ഇതിൻ്റെ വിശ്വാസ്യത മുഴുവൻ പോകുന്ന തരത്തിലാണ് ഇതിൻ്റെ കാര്യങ്ങൾ പോയത്. ഒന്ന് നമ്മൾ കൃത്യമായിട്ടത് മനസ്സിലാക്കണം. രണ്ടാമത്തെ കാര്യം, നുണപ്രചരണത്തിന്റെ കാര്യത്തിനകത്ത് BJP ഹാൻഡിൽ ഒട്ടും പുറകിലായിരുന്നില്ല. ഹൈഡ്രജൻ ട്രെയിനിന് ബോംബെറിഞ്ഞു എന്ന് പറഞ്ഞിട്ട് ആ ബീഹാറിലെ വിഷ്വൽസ് എടുത്ത് പ്രചരിപ്പിച്ച MP-മാരാണ് നമ്മുടെ പാർലമെന്റിൽ BJPക്കുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് അങ്ങ് പറയുന്നത് പോലെയല്ല, ഈ സമരത്തോട് ഏറ്റവും നിഷേധാത്മകമായ സമീപനവും അതിനെ തകർക്കാൻ എന്തെല്ലാം ഫണ്ടിങ് ആണ്, പാകിസ്ഥാൻ ഫണ്ടിങ്, ചൈന ഫണ്ടിങ്, അമേരിക്കൻ ഫണ്ടിങ്, അമേരിക്കൻ ഡീപ് സ്റ്റേറ്റ്, ഇതൊക്കെ പറഞ്ഞിട്ടും അവസാനം പരാജയപ്പെട്ടു എന്ന് പറയുന്നത് അതിന്റെ ജാള്യത മറക്കാൻ വേണ്ടിയാണ്. വളരെ ഡെമോക്രാറ്റിക് ആയിട്ടാണ് പ്രധാനമന്ത്രി ഇതിനെ കണ്ടെന്ന് പറയുന്നത്. ജാള്യതൊക്കെ CPIക്ക്. കാരണം എന്താണ്, CPI വരണം ചെയ്യണമെന്ന് വെച്ച സമരം കൊണ്ട് CJPക്കാർ പോയി. അപ്പൊ ജാള്യതൊക്കെ CPIക്കേ ഉള്ളൂ. അത് BJPയുടെ പേരിലൊന്നും ആരോപിക്കാൻ നടക്കണ്ട എന്ന് മാത്രമല്ല, ഇതിനകത്ത് അങ്ങനത്തെ ഒരു പ്രശ്നം ആരോപിച്ചിട്ടുമില്ല. പിന്നെ മാധ്യമങ്ങൾ ശരിയായ വഴിക്കാണല്ലോ മാധ്യമങ്ങൾ തീരുമാനിച്ചോളൂ. മാധ്യമങ്ങളെ കുറിച്ച് വല്ലാതെ ഇനിയിപ്പം നിങ്ങൾ CPI നേതാക്കന്മാർ ആശങ്കപ്പെടാൻ എനിക്ക് തോന്നുന്നില്ല. മാധ്യമങ്ങൾ നമ്മൾ എന്നോ വ്യവസായമായിട്ട് അംഗീകരിച്ചതാ, സ്വകാര്യ സ്ഥാപനങ്ങളാണ്. അപ്പൊ അവരെന്ത് ചെയ്യണം എന്നുള്ള അവർ തീരുമാനിച്ചോട്ടെ. പിന്നെ ഇപ്പൊ മാധ്യമങ്ങൾ പറഞ്ഞത് ശരിയാകുമെന്ന് വെച്ചാൽ ഇലക്ഷൻ സർവേകളൊക്കെ നടത്തിയിട്ട് ഇപ്പൊ എന്തായി, നമ്മുടെ കേരളത്തിൽ കുറിച്ചാണ് പിന്നീട് CJPയുടെ അടക്കം ആഘോഷങ്ങൾ വരികയും രാജ്യം മുഴുവൻ ചർച്ച ചെയ്യുന്ന വാർത്ത അങ്ങനെ വിളിച്ചു വെക്കാനൊന്നും ആർക്കും കഴിയില്ല. ആ കുത്തകയൊക്കെ എന്നോ പോയിരിക്കുന്നു. Debate with Madhu Saji.